നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാലോ, നമ്മുടെ ഈയിടെയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അതായത് നീറ്റ് പുനഃപരീക്ഷ നടത്തുകയും അത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ട് എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ജൂൺ 21-ന് നീറ്റ് പുനഃപരീക്ഷ നടക്കുകയാണ്. അപ്പോൾ എന്താണ് കാരണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്കറിയാം പല പ്ലാറ്റ്ഫോമിലൂടെയും ഈ ചോദ്യ പേപ്പറും ഈ ഉത്തരക്കടലാസും ഒക്കെ വ്യാപകമായി പടർന്നതിൻ്റെ ഇതായിട്ടാണ് ഈ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ നീറ്റിൻ്റെ ചോദ്യ പേപ്പർ പുറത്തായതിനെ ചൊല്ലിയാണ് പുനഃപരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിഗ്രാം ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെലിഗ്രാം അപ്പോൾ ഞാൻ ഇന്നോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് ടെലിഗ്രാം ജൂൺ 22 വരെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് പ്ലേ സ്റ്റോറിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒന്നും തന്നെ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം എന്താണ് ചെയ്തതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ ടെലിഗ്രാം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഈ ടെലിഗ്രാമിൽ തന്നെ പല വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ കുട്ടികൾക്കൊക്കെ ഈ ഉത്തരക്കടലാസും അതുപോലെയുള്ള ചോദ്യ പേപ്പറും അവയൊക്കെ വലിയ പൈസയ്ക്ക് വിൽക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ കുറേ ഫേക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതൊക്കെ വിൽക്കുകയും കുറേ കുട്ടികളുടെ പൈസ പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ടെലിഗ്രാം ഈ ജൂൺ 22 വരെ, അതായത് നിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കുകയുണ്ടായത്. അപ്പോൾ ടെലിഗ്രാം എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കുറേ പേർ പറയും ടെലിഗ്രാം ഡാർക്ക് വെബ് ആണെന്നൊക്കെ. കാരണം എന്തും അയക്കാം, അവിടെ എന്താണ് നടക്കുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കത്തില്ല എന്നുള്ളത്. പക്ഷെ ചുരുക്കം പറഞ്ഞാൽ അത് ഒരു സാധാരണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ഉള്ളൊരു ആപ്പ് തന്നെയാണ്. അവിടെ നമുക്ക് മെസ്സേജ് അയക്കാം, വലിയ വലിയ ഫയൽസ് സെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് നടക്കുന്നു. അതായത് വാട്സപ്പിലൊക്കെ വലിയ വലിയ ഫയൽസ് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്തിന് പകരമായിട്ടാണ് നമ്മൾ ഈ ടെലിഗ്രാം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അതായത് വലിയ വലിയ ഫയൽസൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ടെലിഗ്രാം എന്തുകൊണ്ടാണ് ഇത്ര ആപത്ത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ടെലിഗ്രാമിൽ കൂടി നമുക്ക് വലിയ കുറേ ആൾക്കാരുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുകയും അവിടെ തന്നെ ധാരാളം ബിസിനസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യാം. പിന്നെ അവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലുള്ള ഓപ്ഷനൊക്കെ ഈ ടെലിഗ്രാം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെലിഗ്രാമിൻ്റെ പ്രൈവസിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു കാര്യം പുറത്തു പോകില്ല എന്നുള്ളതാണ് ഈ ടെലിഗ്രാമിൻ്റെ സവിശേഷത. അതുകൊണ്ടാണ് ഈ കുറ്റവാളികളെല്ലാവരും ഇവരുടെ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുറച്ച് പേർക്ക് വേണ്ടി ഇത്രയും കോടി പേര് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം മൊത്തത്തോടെ നിർത്തിക്കൊണ്ട് കാര്യമുണ്ടോ എന്ന് തന്നെയാണ്. അപ്പോൾ ടെലിഗ്രാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി ഈ ഒരു പരാമർശത്തിൽ. എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേർക്ക് വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം മൊത്തത്തിൽ നിരോധിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് സത്യം തന്നെയല്ലേ? എന്ന് വെച്ചാൽ ഈ കുറച്ച് പേർ ഈ കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കോടികൾ എന്ന് വെച്ചാൽ കുറേ കോടി പേരൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ ഇവർ കാണിക്കുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിൽ കാണിക്കും എന്നുള്ളതല്ലാതെ വേറെ എന്താണ് ചെയ്യുക? അപ്പോൾ അവിടെ എന്താണ് ശരിക്കും പ്രശ്നം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. നമുക്കറിയാം എവിടുന്നാണ് ഈ ചോദ്യപേപ്പർ ചോർന്നു പോകുന്നത്. ഉറപ്പായിട്ടും അത് ടെലിഗ്രാമിൽ കൂടെയാണോ? അല്ലല്ലോ, ഒരിക്കലുമല്ല. കാരണം നീറ്റ് പരീക്ഷ പേപ്പർ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇത് ചോർന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കേന്ദ്രം പൂർണ്ണമായി തിരഞ്ഞു നോക്കാതെ ഈ ടെലിഗ്രാം അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ നിരോധിച്ചുകൊണ്ടുള്ള കാര്യം എന്താണ്? അപ്പോൾ എന്തായാലും ചോർത്തേണ്ടവർ ചോർത്തുകയും വേറെ പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ അവർ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം അല്ലല്ലോ പ്രശ്നം. ആദ്യം ഈ ചോർത്തുന്നവരെയാണ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പിന്നീട് ഇത് സാധാരണ കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഇന്ന് ധാരാളം കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അതായത് വലിയ PDF ഫയൽസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിൽ ഈസിയായി തന്നെ സെൻഡ് ചെയ്യാനും എടുക്കാനും സാധിക്കും. അതാണ് ടെലിഗ്രാമിൻ്റെ സവിശേഷത.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കൊക്കെ വളരെയേറെ പ്രയാസമായിരിക്കുമല്ലോ ഈ ടെലിഗ്രാം ഈ ചുരുങ്ങിയ ദിവസം ഡിലീറ്റ് ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അവരെയൊക്കെ ഇത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല വശവും മോശം വശമുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, അതിന് നല്ല വശമുള്ളപോലെ തന്നെ മോശം വശമുണ്ട്. അപ്പോൾ ഈ ടെലിഗ്രാമിന് അതേ രീതി തന്നെയാണല്ലോ, എന്ന് വെച്ചാൽ നല്ല വശവും മോശം വശമുണ്ടല്ലോ. അപ്പോൾ ഈ ചുരുക്കം ചിലർക്ക് വേണ്ടി ഈ മൊത്തം ടെലിഗ്രാം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ചോദ്യം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഫീൽഡൊക്കെ നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളതും, പിന്നെ AI അസിസ്റ്റൻസ്, അതായത് AI ഏജൻസ് ഈ സൈബർ ഇടങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടണമെന്നും, എന്ന് വെച്ചാൽ ഈ ചോദ്യ പേപ്പറൊക്കെ AI തന്നെ മനസ്സിലാക്കുകയും അവ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ടുവരണമെന്നും, അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായും കുറച്ചൊക്കെ നിരീക്ഷിക്കണമെന്നും ഉള്ളതല്ലാതെ വേറെ കാര്യം നമുക്ക് ചെയ്യാനുള്ള സാധിക്കത്തില്ല. പിന്നെ ഈ ചോദ്യ പേപ്പറൊക്കെ എടുക്കുന്നവരും ഈ പുറത്തെത്തിക്കുന്നവരൊക്കെ വലിയ വലിയ ശിക്ഷകൾ കൊടുക്കണം എന്നുള്ളത് അല്ലാതെ വേറെ ഈ ടെലിഗ്രാം അതുപോലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ നിരോധിച്ചുകൊണ്ട് കാര്യമുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.